വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണല്ലോ ഇന്ത്യ. വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തെ മനോഹരമാക്കുന്നത്. സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രം തുടങ്ങി എന്തിനേറെ ഭക്ഷണത്തിൽ വരെ നൂറുകണക്കിന് വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ചിലർ സസ്യാഹാരികൾ, മറ്റു ചിലർ മാംസാഹാരികൾ. എന്നാൽ ഭക്ഷണശീലമുള്ളവർ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉള്ളി. ഇന്ത്യൻ ആഹാര രീതിയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് ഉള്ളി എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ഇന്ത്യൻ അടുക്കളകളിലും ഉള്ളി ഒരു അവശ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഉള്ളിയുടെ ഒരു ചെറിയ അംശം പോലും കാണാത്ത ഒരു പ്രദേശമുണ്ട് രാജ്യത്ത്. അത് എവിടെയാണെന്നറിയാമോ? ജമ്മു കാശ്മീരിലെ കത്രയാണ് രാജ്യത്ത് ഉള്ളിയും വെളുത്തുള്ളിയും പൂർണ്ണമായി നിരോധിച്ച ഏക നഗരം. ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും കൃഷി ചെയ്യാനോ വിൽക്കാൻ പോലും അനുവദനീയമല്ല. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പോലും ഇവിടെ ഉള്ളി കണ്ടെത്താൻ കഴിയില്ല. പരിപ്പ്, പച്ചക്കറികൾ മുതൽ സലാഡ്, ചട്നി വരെ ഇന്ത്യൻ അടുക്കളകളിലെ പ്രധാന ചേരുവയാണ് ഉള്ളി. എന്നാൽ ഇവിടെ ഉള്ളി വളർത്തുന്നതും വിൽക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നറിയാമോ? മതപരമായ വിശ്വാസമാണ് ഈ നിരോധനത്തിന് പിന്നിൽ. മലനിരകളിലൂടെ ഏകദേശം 40 കിലോമീറ്റർ നീളമുള്ള വൈഷ്ണോദേവി തീർത്ഥാടനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. തീർത്ഥാടന മേഖലയായതിനാൽ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാത്തരം ഉള്ളിയും വെളുത്തുള്ളിയും ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. ഹിന്ദു തത്വചിന്തയിൽ ഉള്ളിയും വെളുത്തുള്ളിയും തമസിക് ഭക്ഷണങ്ങളായാണ് കണക്കാക്കുന്നത്. അവ മനസ്സിലും ശരീരത്തിലും അലസത, കോപം, നെഗറ്റീവ് സ്വാധീനങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നുവെന്ന് വിശ്വാസമുണ്ട്. ഇക്കാരണത്താൽ പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവ കഴിക്കുന്നതിന് അനുവദനീയമല്ല. ഈ കാരണത്താലാണ് ഈ പ്രദേശത്ത് ഉള്ളിയും വെളുത്തുള്ളിയും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്.